ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ഇന്നലെ, ഇന്ന്, നാളെ, ഇങ്ങനെയാണ് നമ്മൾ സമയത്തെക്കുറിച്ച് പറയുക, അല്ലെങ്കിൽ കാലത്തെക്കുറിച്ച് പറയുക. അപ്പോൾ സമയത്തിൻ്റെ അല്ലെങ്കിൽ കാലത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു മൂന്നിലൊന്ന് അത് ഇന്നലെയാണ്. പിന്നെ ഒരു മൂന്നിലൊന്ന് നാളെയാണ്. പിന്നെ ഒരു മൂന്നിലൊന്ന് അത് ഇന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഇന്നലെയും നാളെയും ഒഴിവാക്കിയിട്ട് ഇന്നിൽ മാത്രം അങ്ങോട്ട് ജീവിക്കാൻ കഴിഞ്ഞാലോ? അത് അടിപൊളിയല്ലേ? കാരണം ഇന്നലെയെക്കുറിച്ച് ചിന്തിക്കണ്ട, ഇന്നലെയെക്കുറിച്ച് വിഷമിക്കണ്ട. കാരണം നമ്മൾ ഇന്നലെ ഒഴിവാക്കുന്നു, പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നു. ഇനി നാളെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട, കാരണം നമ്മൾ നാളെയും ഒഴിവാക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് സാധിക്കുക? ഇന്ന് മാത്രമായിട്ട് എങ്ങനെ ജീവിക്കാൻ കഴിയുക? നമുക്കതിന് ആദ്യം തന്നെ ഇന്നലെയെ എടുക്കാം. ഇന്നലെ എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യമാണ്, അവസാനിച്ചതാണ്. പക്ഷെ അവസാനിച്ചതാണെങ്കിലും അതിൻ്റെ തിരിശേഷിപ്പുകൾ നമ്മുടെ ഓർമ്മകളിൽ കിടക്കുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ. അപ്പോൾ നമ്മൾ ഉത്സവ പറമ്പുകളിലൊക്കെ ഉത്സവത്തിന് ശേഷം, ഉത്സവം അവസാനിച്ചതിന് ശേഷമൊക്കെ കയറിറങ്ങാറില്ലേ? അപ്പോൾ അവിടെ നോക്കിയാൽ കുറേ ഉത്സവത്തിൻ്റെ തിരിശേഷിപ്പുകൾ കാണാൻ കഴിയും. പൊട്ടിയ ബലൂണ്, കീറിയ കടലാസുകൾ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും വസ്ത്രത്തിൻ്റെയൊക്കെ ചെറിയ കഷ്ണങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഉപേക്ഷിച്ചു പോയ ചെരുപ്പുകൾ, ഇങ്ങനെ പല സാധനങ്ങളും നമുക്ക് ഉത്സവ പറമ്പിൽ കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഓർമ്മയാകുന്ന അല്ലെങ്കിൽ മനസ്സാകുന്ന ആ ഉത്സവ പറമ്പിലെ ഇന്നലെകളുടെ തിരിശേഷിപ്പുകളെ നമ്മൾ പൂർണ്ണമായിട്ടും അടിച്ചു തൂത്ത് വൃത്തിയാക്കി ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെ ഒഴിവാക്കിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിൻ്റെ ഒരു പൊട്ടോ പൊടിയോ ഒന്നും അവിടെ ബാക്കിയില്ല. നമ്മളെല്ലാം തൂത്ത് തുടച്ച് നമ്മൾ വൃത്തിയാക്കുന്നു. എന്നിട്ട് ഇനി നമ്മൾ നാളെയുടെ കാര്യം ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ നാളെ എങ്ങനെയാണ് ഒഴിവാക്കാൻ കഴിയുക? നാളെ ഒഴിവാക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ആ നാളെയെ ഇന്നിലേക്ക് ചേർത്ത് വെക്കുക, അല്ലെങ്കിൽ നാളെയെ ഇന്നിൽ ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, അടുത്ത നിമിഷം ചെയ്യാനുള്ളത് ഈ നിമിഷം ചെയ്യുക, അടുത്ത സെക്കൻഡിൽ ചെയ്യാനുള്ളത് ഈ സെക്കൻഡിൽ ചെയ്യുക, അടുത്ത മിനിറ്റിൽ ചെയ്യാനുള്ളത് ഈ മിനിറ്റിൽ ചെയ്യുക, അടുത്ത മണിക്കൂറിൽ ചെയ്യാനുള്ളത് ഈ മണിക്കൂറിൽ ചെയ്യുക, അടുത്ത ദിവസം ചെയ്യാനുള്ളത് ഈ ദിവസം ചെയ്യുക. അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ നാളെയാണ്. അപ്പോൾ നാളത്തെ കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തെങ്കിൽ പിന്നെ നാളേക്ക് പ്രസക്തിയില്ല. നാളെ എന്ന് പറഞ്ഞൊരു സാധനമില്ല, കാരണം നിങ്ങൾ അത് മുഴുവനും ചെയ്തു കഴിഞ്ഞു. നാളെ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇനി ഈ ഇന്ന് കഴിഞ്ഞാലോ? ഇന്ന് കഴിഞ്ഞാൽ നാളെ വരുമായിരിക്കും. പക്ഷെ ആ നാളെ വരുമ്പോഴും നാളെയുടെ കാര്യങ്ങളൊക്കെ തീർന്നതല്ലേ, നാളേക്ക് അവിടെ പ്രസക്തിയില്ല. നിങ്ങളപ്പം മറ്റന്നാൾ എടുക്കണം. നാളെ നിങ്ങൾ മറ്റന്നാൾ, അതായത് അതിൻ്റെ അടുത്ത ദിവസം, അല്ലെങ്കിൽ നാളെയുടെ നാളെ, ആ നാളെയെ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഓരോ ദിവസവും അതിൻ്റെ തൊട്ടടുത്ത ദിവസത്തെ കൈകാര്യം ചെയ്യുക, ആ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ തീർക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നാളെ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. നമുക്കെല്ലാം ഇന്നായിരിക്കും. കാരണം നാളെ എന്ന് പറയുന്നത് ഇന്നാണ് നാളെ എന്നുള്ള സംഗതി ഉള്ളത്. നാളെ ആയാൽ അത് ഇന്നാണ്. അപ്പോൾ ഈ നാളെയുടെ കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്തു തീർത്താൽ നമ്മൾ നാളെ എന്ന് പറയുന്ന ആ ഇന്ന് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത ദിവസം ചെയ്യാനുള്ളത് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നു ചേരുന്ന നാളെകളുടെ മുഴുവൻ കാര്യങ്ങളും തലേന്നായ ഇന്ന് ചെയ്തു തീർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിന്നെ നാളെകൾ ഉണ്ടാകുന്നില്ല, ഇന്നുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. എന്തു പറയുന്നു? കൊള്ളാമോ?
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.